കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സമീപകാല പ്രകടനങ്ങളെ സിനിമക്കാരും കൂടി ട്രോളി തുടങ്ങിയാലോ? ട്രോളിയതല്ല, മിമിക് ചെയ്തതാണെന്ന് പറഞ്ഞാലും ഇത് ഒന്നൊന്നര ട്രോളായിപ്പോയി. അലമ്പുണ്ടാക്കാതെ മന്ത്രിയെ പൊക്കി രണ്ട് വാക്ക് സംസാരിക്കും. എന്തായാലും തൃശ്ശൂർ ബന്ധപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തൃശ്ശൂർ ബന്ധപ്പെട്ട ഒരാളുണ്ട്, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞേനെ, നിഖായൻ എനിക്ക് വേണം, നിങ്ങളതെനിക്ക് തരണം, ആളിനെ നമുക്ക് മനസ്സിലായി, നിങ്ങളതെനിക്ക് തരണം, എനിക്ക് ഈ തൃശ്ശൂര് വേണം, ഈ തൃശ്ശൂര് ഞാനിങ്ങ് എടുക്കുക. അങ്ങനെ പറഞ്ഞിരുന്ന ആള് പിന്നും കാലത്തെ മൊബൈൽ എടുത്തോണ്ട് വെച്ചിട്ട് നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിഷമം തോന്നില്ല. ആരാ? മാധ്യമോ? എനിക്ക് ജനങ്ങളോടെ പറയാനുള്ളൂ, നിങ്ങളോടൊന്നുമില്ല. ആ പീസിന് എവിടെ നിന്ന് കിട്ടി? വഴി കിടന്ന് കറങ്ങായിരുന്നു. എന്നെ കണ്ടതാണ് മഹാഭാഗ്യം. എന്റെ കഷ്ടകാലവും ഈ പള്ളിയിലൊക്കെ കുരിശൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ ഇപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ആരാണത്? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനോ? ഇതൊക്കെ സുരേഷ് ഗോപിയുടെ കുഴപ്പമല്ലെന്നാണ് മന്ത്രിയും നടനുമായ KB ഗണേഷ് കുമാറിന് തോന്നുന്നത്. പിന്നെ ആരുടെ കുഴപ്പം? തൃശ്ശൂർകാരുടെയോ? ഇല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ അവനൊരു വിലയുണ്ട്. എങ്ങനെ? ഫ്രോഡ് വില കാണിച്ചിട്ട്. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ ഇന്നലെ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു. അതിൽ എന്ത് പറയാനാണ് ഞാൻ? അവന്റെയും ഒരുപടി മേലെ സ്റ്റാറ്റസിൽ നിൽക്കാൻ ശ്യാംകുട്ടിക്ക് മോഹമില്ലേ? ടെൽമി. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രൻ്റെ അഭിനയിച്ച ശേഷം ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ സീറ്റിൻ്റെ പുറയിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയേ പറയാനുള്ളൂ. ഇറങ്ങിപ്പോയോ കയറി വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചോദിച്ചാൽ പറഞ്ഞു തരും. നമ്മളിൽ ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല. അങ്ങനെ സാധനം ഉണ്ടായിരുന്നു. ഒരു തൊപ്പിയുടെ തൊപ്പി നിനക്ക് കാണണ്ട, എനിക്ക് കാണണ്ട ചങ്ങാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ സുരേഷ് ഗോപിയുടെ പ്രകടനങ്ങളെയും ഗണേഷ് കുമാർ തൃശ്ശൂരിൽ മുമ്പൊരിക്കൽ ട്രോൾ ചെയ്തിരുന്നു. മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കും. ഈ പാവത്തിനതൊന്നും അറിയത്തില്ല, കാരണം അഭിനയം അറിയത്തില്ല. സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എൻ്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിസ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച് കളയുമെന്ന് ചെയ്യണം. പിന്നെ അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കണക്ക് തള്ളവരലിട്ട് നക്കിത്തിൻ കള്ളത്തരം. ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ? യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് ഇലക്ഷനിൽ നടക്കുന്ന പേലയുണ്ട്, കാലി തൊട്ട് വീഴുക, അമന്ന് വീഴുക. അതല്ലേ നടക്കുന്ന. ഒരാള് ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പാത്രം ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ? നമ്മളൊക്കെ ചോദിക്കുമ്പോൾ 5ഉം 6ഉം പാത്രമാണ് കുടിക്കുന്നത്. ഏതാ ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണക്ക് തള്ളവരലിൽ നാക്കി വെക്കുക. ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം. നാടകങ്ങളെക്കുറിച്ചാണല്ലോ ഗണേഷ് കുമാർ പറയുന്നത്. നാടകങ്ങളിൽ നമ്മുടെ സംസ്ഥാന മന്ത്രിയും മോശമാണോ? സുന്ദരമായ ഈ ഇത്തിരിക്കണ്ടത്തിന്റെ മണിമുത്തുകൾ ആദ്യം ക്യാമറ എവിടെ വെക്കണമെന്ന് പറയൂ. ക്യാമറ ഇവിടെ എന്തെങ്കിലും വെക്കണ്ട, കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. അങ്ങനെ നിരപ്പേൽ കുടുംബം എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുകയാണ്. ഇവരെ കുറിച്ച് പറയുമ്പോൾ നാട്ടുകാർക്ക് 100 നാവാണ്. സാർ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് 5 പേരെ രക്ഷപ്പെടുത്തിയതിൽ സാർ മുൻകൈ എടുത്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. അത് ഞങ്ങൾക്ക് വളരെ ഒരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. സാർ ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാറുണ്ട്. നമസ്കാരം. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സാർ അത് വയത്തണം, വയത്തി പിടിക്കണം.